ഓക്കെ, അപ്പോൾ നമ്മൾ നമ്മുടെ ക്ലാസ്സിലേക്ക് പ്രവേശിക്കുകയാണ്. ഇന്നലെ ഞാൻ അന്വേഷിച്ച് നടന്ന പുസ്തകം കിട്ടി. ഇതാണ് പോപ്പ് ബെനഡിക്റ്റ് പിതാവിൻ്റെ ജീസസ് ഓഫ് നാസറത്ത്. ഇതൊക്കെ മേടിച്ച നല്ലതാണ്, ഇതൊക്കെ ഒരു നിധിയാണ്. ഇപ്പൊ വിശുദ്ധ ജെറോം പിതാവ് പറഞ്ഞില്ലേ, ഡോക്ട്രിൻ, സിദ്ധാന്തത്തിന്റെ സമ്പത്തിനെ കുറിച്ച് മനസ്സിലാക്കാം. ഒരിക്കലും തീരാത്ത സമ്പത്താണത്, നൽകുന്തോറും വർദ്ധിക്കും. അതാണ് ഡോക്ട്രിൻ. അപ്പൊ ഇത് നിങ്ങൾ മേടിക്കും. ഇത് വോളിയം 1, 2, 3 ഒക്കെ ഉണ്ട്. ഇതൊക്കെ നമ്മുടെ വീട്ടില് ഒരു നിധിയായിട്ട് വെക്കുകയും ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കുകയൊക്കെ ചെയ്യണത് ഹൃദയത്തിന് ഭയങ്കര ആനന്ദകരമാണ്. ഓക്കെ, നമ്മളുടെ വചനം മത്തായി 5-ാം അധ്യായത്തിന്റെ അവസാന ഭാഗത്തിന് മുൻപുള്ള പാരഗ്രാഫാണ്. ഇന്നെങ്കിലും ഇത് തീർക്കണം എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല് എന്ന് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ദുഷ്ടനെ എതിർക്കരുത്. വലത് കരണം തടിക്കുന്നവന് മറ്റേ കരണം കൂടി കാണിച്ചു കൊടുക്കുക. നിന്നോട് വ്യവഹരിച്ച് നിന്റെ ഉടുപ്പ് കരസ്ഥമാക്കാൻ ആഗ്രഹിക്കുന്നവന് മേലങ്കി കൂടി കൊടുക്കുക. 1 മൈൽ ദൂരം പോകാൻ നിന്നെ നിർബന്ധിക്കുന്നവനോടുകൂടി 2 മൈൽ ദൂരം പോകുക. ചോദിക്കുന്നവന് കൊടുക്കുക. വായ്പ വാങ്ങാൻ ഇച്ഛിക്കുന്നവനിൽ നിന്നും ഒഴിഞ്ഞു മാറരുത്. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. ഈശോ മിശിഹായ്ക്ക് സ്തുതി. അപ്പോൾ നമ്മൾക്ക് തുടരാം. ഇപ്പോൾ നമ്മളെ 2-3 ദിവസമായിട്ട് നമ്മളെ അങ്ങ് പിടിച്ചു നിർത്തിയിരിക്കുന്നത് ഈ ഒറ്റ വാക്കിലാണ്, ദ ഡോക്ട്രിൻ, സിദ്ധാന്തത്തിന്റെ സമ്പത്തിനെ കുറിച്ച്. ഇന്നും വാസ്തവത്തിൽ ഞാൻ അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ എൻ്റെ തീക്ഷ്ണമായിട്ടുണ്ടെങ്കിലും ഞാൻ അതിനെ കൺട്രോൾ ചെയ്യാണ്. നമുക്ക് ഇനിയും അവസരങ്ങളുണ്ടല്ലോ. അടുത്ത പാരഗ്രാഫ് ഇതിനേക്കാൾ വലിയ പാരഗ്രാഫാണ്. ശത്രുക്കളെ സ്നേഹിക്കണം എന്നൊക്കെ പറയണത് വരുമ്പോൾ നമുക്ക് അതിനെ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാം. മാത്രമല്ല, ഞാൻ ജീസസ് ഓഫ് നാസറത്ത് ഞാൻ വായിച്ചിട്ടുള്ളതാണെങ്കിലും അതിൽ നിന്നും നമ്മൾക്ക് ഇതിനകത്ത് കോർഡിനേറ്റ് ചെയ്യാവുന്ന ചില ഭാഗങ്ങൾ അടർത്തിയെടുക്കാൻ നോക്കാം ഈ ദിവസങ്ങളിൽ. കാരണം നമ്മൾ ആദ്യമേ ചിന്തിച്ചിട്ടുണ്ട്, കറ്റേനാവറയ ആദിമ സഭാപിതാക്കന്മാരായ ജെറോം പിതാവ്, അഗസ്തീനോസ് പിതാവ്, ആ പിതാക്കന്മാരോടൊപ്പം നമ്മളുടെ ഇപ്പോഴത്തെ സഭാപിതാക്കന്മാർ ആരൊക്കെയാ? പോൾ 6-ാമൻ മാർപ്പാപ്പ, ജോൺ 23-ാം മാർപ്പാപ്പ. അപ്പൊ ജോണും പോളും, ജോൺ പോളാണ് പിന്നത്തെ ജോൺ പോൾ മാർപ്പാപ്പ, പിന്നെ ബെനഡിക്റ്റ് മാർപ്പാപ്പ, ഫ്രാൻസിസ് മാർപ്പാപ്പ. ഇവരുടെയും കൂടി പ്രബോധനങ്ങൾ നമ്മൾ ഈ ആദിമ സഭാപിതാക്കന്മാരുടെ പ്രബോധനങ്ങളുമായിട്ട് ഇങ്ങനെ കോർത്തിണക്കണം, നിറ്റ് ടുഗദർ. അങ്ങനെ ഒരു വീക്ഷണമാണ് നമുക്ക് പരിശുദ്ധാത്മാവ് നൽകിക്കൊണ്ടിരിക്കുന്നത്. നമ്മളത് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഇടയ്ക്ക് ഞാൻ റിഡംതോറിസ് മിസിയോ, പാസ്റ്റോറസ് ഡാബോ ഓബീസ്, നൊവാൻഡലി നുൻഷാൻഡി, അതുപോലെ ഫ്രാൻസിസ് പാപ്പായുടെ പല പ്രബോധനങ്ങളെല്ലാം ഇതിൻ്റെ ഇടയ്ക്ക് കരുതുന്നുണ്ട്. കാരണം അവർ പറഞ്ഞേക്കണതെല്ലാം ഈ പിതാക്കന്മാരെ എടുത്തുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ പോപ്പ് ബെനഡിക്റ്റിന്റെ മറ്റൊരു പുസ്തകമാണ് ദ ഫാദേഴ്സ് ഓഫ് ദ ചർച്ച്. കണ്ടോ, ഈ സഭാപിതാക്കന്മാരെ കുറിച്ച് ഒരു പരമ്പരയായിട്ട് ബെനഡിക്റ്റ് മാർപ്പാപ്പ ജനറൽ ഓഡിയൻസിന് പ്രബോധനം നൽകിയിരുന്നു. ആ പ്രബോധനങ്ങളെ 26 പേരെ കുറിച്ച് പ്രബോധനം നൽകിയിട്ടുണ്ട്. സഭാപിതാക്കന്മാർ 26 പേരെ കുറിച്ച് ഉണ്ടോ? ക്ലെമൻസ്, വിശുദ്ധ ഇഗ്നേഷ്യസ് ഓഫ് ആന്റിയോക്ക്, വിശുദ്ധ ജസ്റ്റിൻ, വിശുദ്ധ ഇറേനിയോസ് ഓഫ് ലയൻസ്, ക്ലെമന്റ് ഓഫ് അലക്സാൻഡ്രിയ, ഒറിജിൻ ഓഫ് അലക്സാൻഡ്രിയ, ടെർട്ടുല്യൻ, സെന്റ് സിപ്രിയാൻ, സെന്റ് അത്തനാസിയോസ്, സെന്റ് സിറിൽ ഓഫ് ജെറുസലേം, സെന്റ് ബേസിൽ, സെന്റ് ഗ്രിഗറി ഓഫ് നസിയാനോസ്, സെന്റ് ജോൺ ക്രിസോസ്റ്റോം. പിന്നെ അവസാനിക്കുന്നത് സെന്റ് സിറിൽ ഓഫ് അലക്സാൻഡ്രിയ, സെന്റ് ഹിലാരി, എസ്യൂബിയോസ്, സെന്റ് അംബ്രോസ് ഓഫ് മിലാൻ, സെന്റ് മാക്സിമോസ്, സെന്റ് ജെറോം, സെന്റ് എഫ്രൈം, സെന്റ് ക്രൊമോറ്റ്യൂസ് ഓഫ് അക്വില, പൗലീനോസ് ഓഫ് സെന്റ് അഗസ്റ്റീൻ. അവസാനം സെന്റ് അഗസ്റ്റീൻ, ബെനഡിക്റ്റ് പാപ്പായുടെ ഏറ്റവും പ്രിയപ്പെട്ട ബെനഡിക്റ്റ് പാപ്പ പഠിച്ചിരിക്കുന്നത് മുഴുവനും സെന്റ് അഗസ്റ്റിന്റെ സ്പിരിച്വാലിറ്റി. അപ്പോൾ ഇതെല്ലാം സഭയുടെ പ്രബോധനമായിട്ട് നമുക്ക് അവൈലബിൾ ആണ്. അപ്പൊ ഇതും ഈ പുസ്തകമൊക്കെ വാങ്ങിക്കണം നല്ലതാണ്. ഇത് ദ ഫാദേഴ്സ്, പോപ്പ് ബെനഡിക്റ്റ് 16, ദ ഫാദേഴ്സ് എന്ന് പറഞ്ഞിട്ട്, ദ ഫാദേഴ്സ്, ഇതെല്ലാം നല്ലതാണ്. ഓക്കെ, ഇതിന്റെ മലയാളം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പൊ ഞാനിത് പറയണതിന്റെ കാര്യം, ഈ ആദിമ സഭയിലെ സഭാപിതാക്കന്മാരും
ഇപ്പോഴത്തെ നമ്മുടെ മാർപ്പാപ്പമാരും അവരും സഭാപിതാക്കന്മാർ തന്നെ ആയിട്ട് നമ്മൾ കോർത്തിണക്കി നമ്മൾ അങ്ങനെ പഠിക്കുന്ന ഒരു വിശേഷതയാണ് നമ്മുടെ. എന്തൊരു മനോഹരം ഇല്ലേ, ഭയങ്കര ആനന്ദമാണ്. ഓക്കെ, നമ്മൾ അപ്പോ ഈ സൈദ്ധാന്തികതയുടെ സിദ്ധാന്തത്തിന്റെ സമ്പത്തിനെ കുറിച്ച് മനസ്സിലാക്കാം. വിശുദ്ധ ജെറോം പിതാവാണ്, ഒരിക്കലും തീരാത്ത സമ്പത്താണത്, അത് നൽകുന്തോറും വർദ്ധിക്കും. അപ്പൊ ഇതിനി ബാക്കി ഭാഗം നമ്മൾ ഇനി അടുത്ത ഏതെങ്കിലും സമയത്ത് വരും. അപ്പൊ നമുക്ക് അതിനെക്കുറിച്ച് വിശദീകരിക്കാം, ഈ സൈദ്ധാന്തികതയുടെ സമ്പത്തിനെ കുറിച്ച്. ഓക്കെ, ഇനി നമ്മൾ മുന്നോട്ട് പോകുന്നത് ഇതിന്റെ അവസാന ഭാഗത്ത് പറഞ്ഞിരിക്കുന്ന സാമ്പത്തിക കാര്യത്തെ കുറിച്ചാണ്. അതായത് പൈസ ചോദിക്കുന്നവന് കൊടുക്കുക. അപ്പൊ നമ്മൾ നേരത്തെ കേട്ട് കഴിഞ്ഞു, ഇവിടെ സമ്പത്ത് നമ്മുടേതല്ല. വിശുദ്ധ ക്രിസോസ്തം പിതാവാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ഈ സമ്പത്തൊന്നും നമ്മുടേതല്ല, നമ്മൾ അതിന്റെ കാര്യസ്ഥന്മാരാണ്, ഉടമസ്ഥന്മാരല്ല. സമ്പത്ത് നമ്മുടേതല്ല, ദൈവത്തിൻ്റെതാണ്. അങ്ങനെ ഒന്ന് ചിന്തിച്ചു നോക്കിയേ, അത് സ്വീകരിക്കാൻ പറ്റുന്നുണ്ടോ? അത് സ്വീകരിക്കുമ്പോൾ നമ്മൾ ഫ്രീ ആയി, നമുക്ക് ഭയങ്കര ഭാരം മാറി. നമ്മൾക്ക് ഭാരവും ആങ്സൈറ്റി, ആകുലത, ഇതെല്ലാത്തിൻ്റെയും കാരണം ഈ സമ്പത്തെല്ലാം നമ്മുടേതാണ് എന്ന് വിചാരിക്കുന്നത് കൊണ്ടാണ്. അത് ഭയങ്കര ഒരു നുണയാണത്. കാരണം നമ്മളിവിടെ വന്നപ്പോൾ കൊണ്ടുവന്നിട്ടില്ല, നമ്മൾ പോകുമ്പോൾ കൊണ്ടുപോകണമില്ല. ശരിയാണല്ലോ അത്. പക്ഷെ ലോകത്തില് 99% ആൾക്കാരും അങ്ങനെയല്ലല്ലോ വിചാരിക്കണേ തോമസ് പോളെ. അപ്പൊ പിന്നെ ഞാൻ എന്ത് ചെയ്യണം? അവിടെയാണ് ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുന്നവര് ചുരുക്കം എന്ന് പറയുന്ന അവസ്ഥ. ദൈവരാജ്യത്തിലേക്ക് പോകുന്നവര് നാരോവേ, ഇടുങ്ങിയ വഴിയിലൂടെ പോവുക. ഇടുങ്ങിയ വഴി, ഈ സിദ്ധാന്തമാണ് ഇടുങ്ങിയ വഴി. 1% ആൾക്കാരുള്ളൂ, പക്ഷെ ഈ 1% ആൾക്കാർ ഈ 99-നേക്കാളും വലുതാണ്. അതാണ് ഈശോ പറഞ്ഞത്. ഈശോയുടെ കാൽക്കുലേഷൻ അങ്ങനെയാണ്, ഈശോയുടെ മാത്തമാറ്റിക്സ് അങ്ങനെയാണ്. 99-നേക്കാളും വളരെ പ്രധാനപ്പെട്ടതാണ് ആ ഒരെണ്ണം, നഷ്ടപ്പെട്ട ഒരെണ്ണം. എന്ന പോലെ തന്നെ 99 പേരും സ്വീകരിക്കുന്ന വഴി നല്ലതാണെന്ന് വിചാരിച്ചുകൊണ്ട് അതിലേക്ക് പോകരുത്. ഞാൻ ഒരാൾ പറയുന്ന വഴി, ഞാനൊരു പുതിയ മനുഷ്യൻ, ഒരു ദൈവ മനുഷ്യൻ, ഞാൻ പറയുന്ന വഴി. അപ്പോൾ ഇവിടെ വീണ്ടും നമ്മൾ ആ വചനം ഓർക്കുകയാണ്. ഇത് പനക്കലച്ചനാണ് ഒരുപാട് പറഞ്ഞു കേട്ടേക്കണത്. നമുക്ക് സ്വന്തമായിട്ടൊന്നുമില്ലാതിരിക്കെ എല്ലാം സ്വന്തമായിട്ടെന്ന് കരുതുന്നത് എന്തിനെ? മനസ്സിലായിട്ടുണ്ടോ? നിനക്കെന്ത് പ്രത്യേക മഹാത്മ്യമാണുള്ളത്? അല്ലയോ മനുഷ്യ, ഹല്ലേലൂയ. ദാനമായി ലഭിച്ചതല്ലാതെ നിനക്ക് എന്തുണ്ട്? എല്ലാം ദാനമായിരിക്കെ ദാനമല്ല എന്ന മട്ടിൽ നീ എന്തിന് നീ അഹങ്കരിക്കുന്നു? അപ്പം നമുക്ക് എന്ത് മഹാത്മ്യമാണുള്ളത്? എല്ലാം നമുക്ക് ദാനമായിട്ട് കിട്ടിയിരിക്കുന്നതാണ്. അതുകൊണ്ട് കൊടുക്കുക. അപ്പോൾ അതാണ് ഇവിടെ നമ്മൾ കേട്ടത് മത്തായി 5 ഇപ്പോൾ നമ്മൾ കേട്ടതിലെ പ്രധാന ഭാഗം. ചോദിക്കുന്നവന് കൊടുക്കുക. അതങ്ങനെ ചെറുതായിട്ടൊക്കെ ഒന്ന് പരിശീലിച്ച് നോക്കൂ. ചോദിക്കുന്നവന് കൊടുക്കുക. വായ്പ വാങ്ങാൻ ഇച്ഛിക്കുന്നവനിൽ നിന്ന് ഒഴിഞ്ഞു മാറരുത്, ചോദിക്കുന്നവന് കൊടുക്കുക. ഇത് ഭയങ്കര വലിയ ഒരു കാര്യമാണ്. പക്ഷെ അതിനെ പ്രാക്ടിക്കലായിട്ട് എങ്ങനെ ഇത് നടക്കും? അത് നമുക്ക് ഇപ്പോ മാർപ്പാപ്പയുടെ ദാരിദ്ര്യത്തിന്റെ ദൈവശാസ്ത്രം എന്ന് പറഞ്ഞ് പള്ളി പ്രസംഗം അതിൽ മാർപ്പാപ്പ പറയുന്നുണ്ട്, ഈ കൊടുക്കുന്നത് നമുക്ക് ഉണ്ടായിക്കഴിഞ്ഞിട്ട് അതിൻ്റെ നമ്മളുടെ സമ്പൽ സമൃദ്ധിന്ന് കൊടുക്കുന്നതിലല്ല അതിൽ കാര്യം. നമ്മൾക്കെല്ലാം കിട്ടിക്കഴിഞ്ഞിട്ട് മെച്ചതിൽ നിന്ന് കൊടുക്കുന്നതിലല്ല കാര്യം. നമുക്ക് എല്ലാം ഞങ്ങളെല്ലാം കഴിഞ്ഞിട്ടേ ബാക്കിയുണ്ടെങ്കിൽ തരാം, അതല്ല യഥാർത്ഥത്തിൽ കൊടുക്കൽ. നമ്മൾ ഈ മദർ തെരേസയുടെയൊക്കെ ഇത് കേട്ടപ്പോൾ ആ കാലങ്ങളിൽ ഒരു മദർ തെരേസ പറയാറുള്ളൊരു കാര്യമാണ്. ഞാൻ ദരിദ്രർക്ക് ഒരു വീട്ടില് കുറച്ച് അരി കൊണ്ടുവന്ന് കൊടുത്തു. ആ അരി കൊണ്ടുവന്ന് അവിടെ കൊടുത്തു. അത് കഴിഞ്ഞ് തിരിഞ്ഞു നോക്കിയപ്പോൾ ആ വീട്ടുകാരിയെ കാണുന്നില്ല. ആ അരിയുമായിട്ട് അവരെവിടെ പോയി? അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ ഓടി വന്നു. അപ്പൊ അവര് പറയാണ്, അതെ, എൻ്റെ അടുത്ത വീട്ടുകാർക്ക് ഒന്നുമില്ലാതെ കഷ്ടപ്പെടായിരുന്നു, അപ്പൊ അവർക്ക് ഇതിനകത്ത് കുറച്ച് കൊണ്ടുപോയി കൊടുക്കാന്ന് വിചാരിച്ചു. ഓ, എന്തൊരു ആനന്ദമില്ല അത് കേൾക്കുമ്പോ, ഇല്ലേ? അത് കേൾക്കുമ്പോ ഒരു ആനന്ദം നമുക്ക് തോന്നുന്നുണ്ടോ? ആ ദാരിദ്ര്യത്തിന്റെ ദൈവശാസ്ത്രം.
അതാണ് ദാരിദ്ര്യത്തിന്റെ ദൈവശാസ്ത്രം. ഇത് മാർപ്പാപ്പ പറയുന്നത് പൗലോസ്ലീഹയുടെ ലേഖനത്തിൽ പറയുന്നുണ്ട്. കൊറിന്തോസുകാരെ, നിങ്ങൾക്ക് ഇഷ്ടം പോലെ സമ്പത്തുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ആത്മീയ സമ്പത്ത് കിട്ടിയ ജെറുസലേംകാരെ സഹായിക്കേണ്ടത് നിങ്ങളുടെ കടമയാണ്. അതുകൊണ്ട് ഇവിടെ നിന്ന് നിങ്ങൾക്ക് വേണ്ടി ഞാൻ അതും കൊണ്ട് ജെറുസലേമിലേക്ക് പോകാം. അപ്പോ സമ്പത്തിന്റെ വിനിയോഗമാണ്. ഇത് പറയുമ്പോഴും ഞാൻ വിശാലമായി പോകാൻ എന്നോട് ക്ഷമിക്കണം. ഒരിക്കൽ ഒരു പാർട്ടി ഭയങ്കര കടബാധ്യതയാണ്. പ്രാർത്ഥിക്കണേ ബ്രദറെ, പ്രാർത്ഥിക്കണേ. ഞാൻ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ പറയും, മോളെ നീ ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക, അപ്പൊ കിട്ടും, ശരിയാവും. പക്ഷേ ഇപ്പോഴും അപ്പോ ബ്രദർ എന്തോരം നാളായി പ്രാർത്ഥിക്കണം, നടക്കണില്ലല്ലോ. അപ്പൊ ഞാൻ ചോദിച്ചു, എന്താ കർത്താവേ? അപ്പൊ കർത്താവ് പറയാണ്, അവർക്ക് ജ്ഞാനം കിട്ടിയില്ലെങ്കിൽ ഒരു സമ്പത്തും കൊടുത്തോണ്ട് പ്രയോജനമില്ല. കണ്ടോ, ഈ ജ്ഞാനമില്ലാത്തവൻ സമ്പത്തിനെ എന്ത് ചെയ്യും? സമ്പത്ത് അവന് ദൂഷ്യമായി മാറും. അല്ലെ, മുടിയനായ പുത്രനെ പോലെ സമ്പത്ത് മുഴുവനും കൊണ്ടുപോയാൽ മുഴുവനും അവൻ തൂയി അടിച്ച് കലക്കി എല്ലാവർക്കും കൊടുക്കും. തിന്മ നിറഞ്ഞ വഴിയിലേക്ക് അത് ചെലവാക്കപ്പെടും. അപ്പോൾ സമ്പത്തിന്റെ വിനിയോഗത്തിന് ചിലവർക്ക് സമ്പത്ത് കൊടുക്കാത്തതിന്റെ കാരണം അത് ചെലവാക്കാൻ ജ്ഞാനമില്ലാത്തവന് കൊടുത്തിട്ട് എന്താ പ്രയോജനം? അത് വലിയൊരു പോയിന്റാണ്. ചിലവർക്ക് ഇഷ്ടം പോലെ സമ്പത്ത് കൊടുക്കുന്നു, കാരണം അത് ചെലവാക്കാൻ ജ്ഞാനം കൊടുക്കണോ? അത് ദൈവത്തിന്റെ ഹിതമനുസരിച്ച് ചെലവാക്കാൻ. അല്ലാത്തയും ഉണ്ട് ആൾക്കാർ. നമ്മളെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് സമ്പത്ത് നമ്മുടേതല്ല. നമ്മൾ അതിൻ്റെ ഇടയ്ക്കുള്ള ഒരു ക്രയവിക്രയം നടക്കുന്നതിനുള്ള ഒരാൾ മാത്രമാണ് നമ്മൾ. അത് ദൈവം നമുക്ക് തരുന്നത് നമ്മളിലൂടെ മറ്റുള്ളവർക്ക് വിതരണം ചെയ്യാനുള്ള ഒരു ഏജൻസി പോലെയാണ് നമ്മൾ. അപ്പൊ അത് തീരാൻ കാത്തിരിക്കുകയാണ് ദൈവം വീണ്ടും തരാൻ. ഹല്ലേലൂയ. മനസ്സിലാവുന്നുണ്ടോ? ഇതെല്ലാം പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ ഇത് അനുഭവത്തിൽ നിന്നാണ് പറയണതെന്ന്? അപ്പോ ക്രിസ്തീയ സാമൂഹികതയുടെ വലിയ ഒരു രഹസ്യമാണിത്. എന്നാൽ നമ്മളിപ്പോൾ ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ സുവിശേഷം ഇപ്പോഴേ അറിയാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. നമ്മുടെ ഇടവകയിൽ പള്ളിയിൽ തന്നെ നടത്തുന്ന ചിട്ടി കമ്പനിയും നമ്മുടെ ആൾക്കാർ തന്നെ നടത്തുന്ന ബ്ലേഡ് കമ്പനിയും ഇതെല്ലാം ഇതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എന്ത് പറയാനാ, അല്ലേ? അതെല്ലാം 1300 വർഷം മുമ്പ് ഇവിടെ ക്രിസോസ്റ്റം പിതാവ് പറയുന്നുണ്ട്. കേട്ടോ, ബ്ലേഡ് കമ്പനിയുടെ കാര്യമല്ല. അപ്പൊ അന്നും ഉണ്ടായിരുന്നു ബ്ലേഡ് കമ്പനി. ഓക്കെ, അപ്പോ ഇവിടെ പറയാണ്, വായ്പ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവനിൽ നിന്ന് ഒഴിഞ്ഞു മാറരുത് എന്ന് അവിടുന്ന് കൽപ്പിക്കുന്നു. ഇത് മനസ്സിനെ പരാമർശിപ്പിക്കുന്നതായി കരുതണം. എന്തെന്നാൽ സന്തോഷപൂർവം കൊടുക്കുന്നവനെ ദൈവം സ്നേഹിക്കുന്നു. 2 കൊരിന്ത്യസ് 9:7. സന്തോഷപൂർവം കൊടുക്കുന്നവനെ the Lord bless a cheerful giver. സന്തോഷപൂർവം കൊടുക്കുന്നവനെ ദൈവം സ്നേഹിക്കുന്നു. നമ്മൾക്കറിയാം, ആദിയിൽ തന്നെ ആദ്യത്തെ പ്രാർത്ഥന എന്തായിരുന്നു? ആബേല് കായേന്റെയും പ്രാർത്ഥനയാണ്. അവര് ബലിയർപ്പിച്ചത് എന്താ? അവരുടെ സമ്പത്തിൽ കൊടുത്തുകൊണ്ടാണ്. അപ്പൊ അതിൽ നമുക്ക് 2 കാണാം. എന്താണ്? ആബേല് തൻ്റെ വിളവിലെ ഏറ്റവും നല്ലതെടുത്ത് സന്തോഷത്തോടെ ദൈവത്തിന് കൊടുത്തു. ദൈവം ആബേലിന്റെ ബലിയിൽ സംപ്രീതനായി. എന്നാൽ കായൻ തോന്നി ഇതെല്ലാം കൊടുക്കേണ്ട എന്താ ആവശ്യമാണ്? ഈ പേട്ടത്തേങ്ങയും അതും ഇതും എല്ലാം മോശമായിട്ടുള്ളത് കൊടുത്തു. കണ്ടോ, അതെന്താണ് അതിന്റെ കാരണം? നമുക്ക് തന്നതെല്ലാം ദൈവമല്ലേ? എല്ലാം നമുക്ക് കിട്ടിയത് ദൈവത്തിൽ നിന്നാണ്. അപ്പൊ നമ്മുടെ പ്രാർത്ഥനകളുടെ ബേസിക്, നമ്മുടെ പ്രാർത്ഥനയുടെ എല്ലാത്തിൻ്റെയും താളം നമ്മൾ എന്ത് കൊടുക്കണം എന്നുള്ളത് കൂടി അനുസരിച്ചിട്ടാണ്. അതുകൊണ്ടാണ് വിശുദ്ധ അഗസ്തീനോസ് പറയുന്നത്, കൊടുക്കണതിനേക്കാൾ ഉപരി അത് മനസ്സിന്റെ പരാമർശിക്കുന്നതായി കരുതണം. അത് നമ്മുടെ ഹൃദയത്തിന്റെ ഒരു അവസ്ഥയാണ്. അപ്പൊ നമ്മൾ കുർബാനയിൽ നമ്മൾ കൊടുക്കണോ? ഇപ്പൊ നമ്മൾ ആഘോഷമായ കുർബാനയിൽ കാഴ്ച അർപ്പിക്കുന്നുണ്ട്. കാഴ്ച അർപ്പിക്കുന്നത് നമ്മൾ കൊടുക്കുകയാണ്. എന്തുകൊണ്ടാണ്? നമ്മുടെ ഹൃദയത്തിന് സന്തോഷമുള്ളപ്പോഴാണ്. അതുകൊണ്ട് ആഘോഷമായ കുർബാന. എന്താണ് ആഘോഷം? കല്യാണം നടക്കണോ, അല്ലെങ്കിൽ പ്രത്യേകമായിട്ട് സന്തോഷത്തിന്റെ അവസരം. അപ്പോൾ പ്രത്യേകമായ കാര്യങ്ങൾ നമ്മൾ കൊടുക്കണോ ബലിയിൽ? അതാ കൊടുക്കണ സബ്സ്റ്റൻസിനേക്കാൾ കൂടുതൽ അതിൻ്റെ ഹൃദയമാണ്. ഹൃദയത്തിൽ സന്തോഷത്തോടു കൂടി കൊടുക്കുകയാണ് കാഴ്ചവെപ്പ്. അപ്പോൾ നമ്മൾ എല്ലാ ദിവസവും കാഴ്ചവെപ്പിൻ്റെ പ്രാർത്ഥന എങ്ങനെയാ?
Blessed be God, creator of heaven and earth. This bread we offer the work of the human hands. കണ്ടോ, ഞങ്ങൾ ഈ അർപ്പിക്കുന്ന ലത്തീൻ ആരാധനക്രമത്തിലെ കാഴ്ച അർപ്പണം എന്താണ്? എന്താ കാഴ്ച വയ്ക്കണേ? നമ്മുടെ കരങ്ങൾ, ഞങ്ങൾ അധ്വാനിച്ച ഈ കരങ്ങളുടെ, ഞങ്ങൾ കരങ്ങൾ കൊണ്ട് അധ്വാനിച്ചത് കൊണ്ട് പ്രയോജനം ഉണ്ടാവോ? ദൈവത്തിന്റെ അനുഗ്രഹമില്ലെങ്കിൽ ഞങ്ങൾ വളരെയധികം അധ്വാനിച്ചു, പക്ഷെ വിളവ് കിട്ടിയത് അങ്ങയുടെ അനുഗ്രഹം കൊണ്ടാണ്. ബ്ലെസ്സഡ് ബി ഗോഡ് ദ ക്രിയേറ്റർ ഓഫ് ഹെവൻ ആൻഡ് എർത്ത്. ബ്ലെസ്സഡ് ബി ഗോഡ് ദ ക്രിയേറ്റർ ഓഫ് ഹെവൻ ആൻഡ് എർത്ത്. വി ഓഫർ ദിസ് ബ്രെഡ് വിത്ത് ദ വർക്ക് ഓഫ് ദ ഹ്യൂമൻ ഹാൻഡ്സ് ആൻഡ് ദ ഫ്രൂട്ട് ഓഫ് ദ എർത്ത്. അപ്പോൾ നമ്മുടെ അധ്വാനവും ദൈവത്തിന്റെ അധ്വാനവും അല്ലെങ്കിൽ ദൈവത്തിന്റെ അനുഗ്രഹവും കൂടി ഒരു കോമ്പിനേഷനിലാണ് പോകുന്നത്. നമ്മൾ അധ്വാനിച്ചത് കൊണ്ട് മാത്രം വയലിൽ നിന്ന് നമുക്ക് ധാന്യം കിട്ടണമെന്നില്ല. അതുകൊണ്ടാണ് ഇത് ഏത് കാലം മുതലുള്ളതാണ്. ഇതൊക്കെ ചിലപ്പോൾ ഞാൻ റിപ്പീറ്റേഷൻ ആയിരിക്കാം. ഇത് അബ്രാഹം മിൽക്കിസദേക്ക് ബലിയർപ്പിച്ചപ്പോൾ മുതലുള്ള പ്രാർത്ഥനയാണ്. മിൽക്കിസദേക്ക് ബലിയർപ്പിച്ചപ്പോൾ മുതലുള്ള പ്രാർത്ഥനയാണ്. ഉൽപ്പത്തി 14:18 കണ്ടോ. സാലേം രാജാവായ മിൽക്കിസദേക്ക് അപ്പവും വീഞ്ഞും കൊണ്ട് അത്യുന്നതനായ ദൈവത്തിന്റെ പുരോഹിതനായിരുന്നു. അവൻ അബ്രാഹാമിനെ ആശീർവദിച്ചുകൊണ്ട് പറഞ്ഞു, ആകാശത്തിന്റെയും ഭൂമിയുടെയും നാഥനായ അത്യുന്നതനായ ദൈവത്തിന് കൃപാകടാക്ഷം നിന്റെ മേലുണ്ടാകട്ടെ. കണ്ടോ, ആകാശത്തിന്റെയും ഭൂമിയുടെയും നാഥനായ അത്യുന്നതനായ ദൈവത്തിന് നിന്റെ മേൽ കൃപാകടാക്ഷം ഉണ്ടാകട്ടെ. ഓ ലോർഡ്, ക്രിയേറ്റർ ഓഫ് ഹെവൻ ആൻഡ് എർത്ത്. ക്രിയേറ്റർ ഓഫ് ഹെവൻ ആൻഡ് എർത്ത്. കണ്ടോ, അതേ വാക്കാണ് ഇന്നും നമ്മൾ കുർബാനയിൽ സമർപ്പണ പ്രാർത്ഥനയിൽ പ്രാർത്ഥിക്കുന്നത്. Blessed be Abraham by God most high, the creator of heaven and earth. The creator of heaven and earth. Blessed be God most high. അപ്പം ഈ ബ്ലെസ്സഡ്നെസ്, ഈ അനുഗ്രഹത്തിന് നമ്മൾ ആ അനുഗ്രഹം മൂലം നമുക്ക് കിട്ടിയതാണ് നമ്മുടെ കയ്യിലുള്ളതെല്ലാം. അതിൻ്റെ മിച്ചമുണ്ടായതിൽ നിന്ന് കൊടുക്കുന്നതിലല്ല ദൈവാനുഭവം ഇരിക്കുന്നത്. നമ്മൾക്ക് കിട്ടുന്ന ആദ്യ ഫലങ്ങൾ നമ്മൾ കൊടുക്കുന്നു. കണ്ടോ, ആദ്യ ഫലങ്ങൾ നമ്മൾ കൊടുക്കുന്നു. നമ്മൾ കുഞ്ഞായിരുന്നപ്പോഴെല്ലാം തലയിൽ നാളികേരവും ചക്കയും വാഴക്കൊലയും എല്ലാം ചുമന്ന് പള്ളിയിൽ പോയത് ഓർക്കുന്നുണ്ടോ? എന്തുകൊണ്ടാ? നമ്മൾക്ക് കിട്ടിയ വിളവിൻ്റെ ആദ്യ ഫലം. അപ്പോ ദൈവത്തിന് കൊടുക്കുന്ന പോലെ തന്നെയാണ് ഈ ചെറിയവരിൽ ഒരുവന് കൊടുക്കുമ്പോഴും എനിക്ക് തന്നെയാ തന്നത്. ഈ ചെറിയവരിൽ ഒരുവൻ. അപ്പോൾ പള്ളിയിലെ കുർബാനയ്ക്ക് കാഴ്ച അർപ്പിക്കുന്ന മാതിരി തന്നെ നമ്മളും മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോൾ അത് പള്ളിയിൽ കുർബാനയിൽ കാഴ്ച അർപ്പിക്കുന്ന മാതിരി തന്നെയാണ്. മനസ്സിലായോ? അപ്പം ഇതിൻ്റെ ദൈവശാസ്ത്രം, അതിലൊരു ദൈവശാസ്ത്രമുണ്ട്, അതിൽ വലിയ അനുഗ്രഹമുണ്ട്. അത് ഹൃദയത്തിൻ്റെ ഭാഷയാണ്. അതാണ് ഇവിടെ വിശുദ്ധ അഗസ്തീനോസ് പറയുന്നത്, സന്തോഷപൂർവ്വം കൊടുക്കണം. സന്തോഷം കൊടുക്കുന്നത് നമുക്കുണ്ടായതിന് ശേഷം ബാക്കിയുള്ളതിൽ നിന്ന് കൊടുക്കുന്നതിലല്ല, മറിച്ച് നമ്മൾക്കുള്ളതിൽ നിന്ന് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുമ്പോഴാണ്, മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോഴാണ് അത് ഒരു വലിയ സന്തോഷമാകുന്നത്. അപ്പം സന്തോഷപൂർവ്വം കൊടുക്കുന്നവനെ ദൈവം സ്നേഹിക്കുന്നു. 2 കൊരിന്ത്യർ 9:7. സ്വീകരിക്കുന്ന ഓരോ വ്യക്തിയും യഥാർത്ഥത്തിൽ കടം വാങ്ങുകയാണ്. വാങ്ങുന്നവൻ കൊടുത്തില്ലെന്ന് വരും, എന്നാൽ ദൈവം കരുണയുള്ളവന് അനേക മടങ്ങ് തിരിച്ചു നൽകുന്നു. ഇപ്പോ അത് അടുത്ത വചനത്തിന്റെ അർത്ഥമാണ്. അതായത് വായ്പ ചോദിക്കുന്നവന് കൊടുക്കാതിരിക്കരുത്, അവനിൽ നിന്നും അകലരുത്. അപ്പൊ ഈ വായ്പ ചോദിക്കുന്നവൻ നമ്മൾ കൊടുക്കുമ്പോൾ തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിക്കണ്ട. അപ്പൊ ഇവിടെ ഇനി അടുത്ത് പറയുന്നുണ്ട്, ദൈവത്തിന് കൊടുക്കുമ്പോൾ നമ്മൾ തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? ഇല്ല. ദൈവത്തിന് നമ്മൾ കൊടുക്കുകയാണ്, നമ്മളിപ്പോൾ കാഴ്ച അർപ്പിക്കുകയാണ്, നമ്മളത് കൊടുത്തു, ദൈവത്തിന് കൊടുത്തു. പക്ഷേ ദൈവത്തിന് കൊടുക്കുമ്പോഴും ദൈവം അത് മറ്റൊരു തരത്തിൽ തിരിച്ചു തരുന്നുണ്ട് നമുക്ക് എന്നാണ് ഇവിടെ പറയുന്നത്. അഥവാ തിരിച്ചു നൽകാമെന്ന വാഗ്ദാനത്തോടെ മാത്രം കടം വാങ്ങുന്നതിനെ പറ്റി നീ മനസ്സിലാക്കുന്നതെങ്കിൽ 2 തരം സഹായം നൽകുന്നതിനെ പറ്റിയും കർത്താവ് കൽപ്പിക്കുന്നുണ്ടെന്ന് ഗ്രഹിക്കണം. വെറുതെ ദാനം ചെയ്യലും അതൊരു ദാനം ചെയ്യൽ, മറ്റൊന്ന് തിരിച്ചു വാങ്ങിക്കാമെന്ന വിചാരത്തോടെയുള്ള ദാനം ചെയ്യൽ. രണ്ടാമത്തെ ഇനത്തെ സംബന്ധിച്ച് കാരുണ്യം കാണിക്കാൻ ഒഴിഞ്ഞു മാറരുത് എന്ന് പറയുന്നു. മനുഷ്യൻ തിരിച്ചു തരും, ദൈവം തിരിച്ചു തരികയില്ല എന്ന് കരുതി ഒഴിഞ്ഞു മാറരുത്. എന്നാൽ ദൈവത്തിൻ്റെ കൽപ്പനയനുസരിച്ച് ചെയ്യുന്നതൊന്നും വിഫലമാകയില്ല.
ഒന്നും വിഫലമാകില്ല. എന്തെന്നാൽ അവരെല്ലാവരും തങ്ങളുടെ സമൃദ്ധിയിൽ നിന്ന് സംഭാവന ചെയ്യുന്നു. ഇവളാകട്ടെ തൻ്റെ ദാരിദ്ര്യത്തിൽ തനിക്കുണ്ടായിരുന്ന തൻ്റെ ഉപജീവനത്തിനുള്ള വക മുഴുവനും നിക്ഷേപിക്കുന്നു. മർക്കോസ് 12:44 കണ്ടോ? ആ വിധവയുടെ കുഞ്ഞിക്കാശാണ്. അവിടെ നല്ല രസമാണ്. കർത്താവ് പറയാണ്, ദാ നോക്കൂ കണ്ടോ. അപ്പൊ കർത്താവ് ഇത് ഓരോരുത്തരെയും പേഴ്സിൽ നിന്ന് പൈസ കൊടുക്കണതൊക്കെ നോക്കി നിൽക്കുക. കണ്ടോ, അവൾ എല്ലാത്തിനേക്കാളും കൂടുതൽ കൊടുത്തിരിക്കുന്നു. എന്താണ്? അവളുടെ കയ്യിൽ ആകെ ഒരു ചില്ലിക്കാശ ഉണ്ടായിരുന്നത്, അത് അവൾ മുഴുവൻ ഇട്ടു. എന്തെന്നാൽ അവരെല്ലാവരും തങ്ങളുടെ സമൃദ്ധിയിൽ നിന്ന് സംഭാവന ചെയ്തു. ഇവളാകട്ടെ തൻ്റെ ദാരിദ്ര്യത്തിൽ നിന്ന് തനിക്കുണ്ടായിരുന്നതെല്ലാം തൻ്റെ ഉപജീവനത്തിനുള്ള വക മുഴുവനും നിക്ഷേപിച്ചിരിക്കുന്നു. കേട്ടോ, കർത്താവിന് സന്തോഷാവോ? കർത്താവ് ആ കിട്ടിയ കാശിന്റെ അളവല്ല നോക്കുന്നത്. കർത്താവിന് നമ്മുടെ ഈ സമ്പത്തിന്റെ ഒന്നും ആവശ്യമില്ല. കർത്താവിന് വേണ്ടത് നമ്മുടെ ഹൃദയമാണ്. നമ്മുടെ ഹൃദയം കല്ല് പോലെ ആകുന്നത് ഈ സമ്പത്തിൽ കെട്ടിപ്പിടിച്ചിരിക്കുകയാണെങ്കിൽ കല്ല് പോലെ ആകും. നമുക്കറിയാം, ഇത് ഞാൻ പറയണത് ആരെയും വിമർശിക്കാനല്ല, പക്ഷെ അതിന്റെ ദൈവശാസ്ത്രം നമ്മൾ പഠിക്കണം, അതിന്റെ രഹസ്യം പഠിക്കണം. അത് നമ്മൾ പഠിച്ചു കഴിഞ്ഞാലേ അത് ലോകത്തിലേക്ക് പ്രസരിക്കുകയുള്ളൂ. നമ്മൾ പല സ്ഥലങ്ങളിലും ഒരിക്കലും ഒരു സഹോദരി എന്നോട് ഇവിടെ പറഞ്ഞു, തോമസ് പോളെ, എന്നെ ഇവിടുത്തെ പാരിഷ് കൗൺസിലിലെ അപ്പോയിന്റ് ചെയ്തിരിക്കുകയാണ്. എനിക്ക് അത്ഭുതം തോന്നുന്നു, അത് എന്തുകൊണ്ടാണെന്ന്. ഞാൻ പറഞ്ഞു, അത് ദൈവത്തിന്റെ പരിപാലനയാണ്. പരിപാലനയൊക്കെ ശരിയാണ്, പക്ഷെ മറ്റവർക്ക് ആർക്കും ഞാൻ പറയണതൊന്നും മനസ്സിലാവുന്നില്ല. കാരണം ഇവിടെ 10 വർഷമായിട്ട് നമ്മുടെ ധ്യാനങ്ങൾ നിരന്തരം കൂടി ദൈവവചനവും പരിശുദ്ധാത്മാവിൻ്റെ കാര്യങ്ങളെല്ലാം ഹൃദയത്തിലുണ്ട്. പക്ഷെ അവരോട് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞാൽ മനസ്സിലാവുന്നില്ല. ഞാൻ പറഞ്ഞു, സാരമില്ല, നിന്റെ സാന്നിധ്യം അവിടെ മാറ്റം വരും, നിന്റെ സാന്നിധ്യം. അപ്പോൾ നമ്മുടെ ഈ സാന്നിധ്യം തന്നെ നമ്മുടെ പള്ളി കമ്മിറ്റിയിലും നമ്മളുടെ പ്രധാന സ്ഥലങ്ങളിലെല്ലാം വ്യത്യാസങ്ങൾ ഉണ്ടാക്കും, നമ്മുടെ സാന്നിധ്യം. അപ്പം അതുകൊണ്ട് നമ്മളത് മനസ്സിലാക്കിയിരിക്കണം. നമ്മുടെ ഹൃദയത്തിൽ ഇങ്ങനെ ഒരു സിദ്ധാന്തം മനസ്സിലാക്കണം. സമ്പത്തിന്റെ ദുർവിനിയോഗത്തിലേക്ക് നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞു, വീണ്ടും ആ സമ്പത്തിലേക്ക് തന്നെ വന്നിരിക്കുകയാണ്. നല്ല വഴിയരികിന് വീണ വിത്ത്, മുള്ളുകൾക്കിടയിൽ വീണ വിത്ത്. എന്താണ് അവിടെ പറഞ്ഞിരിക്കുന്നത്? നല്ല സന്തോഷം വചനം കേട്ടപ്പോ, പക്ഷേ സമ്പത്ത് അതിനെ ഞെരുക്കുന്നു. സമ്പത്ത്, ധനം, ആസക്തി ആ വചനത്തെ ഞെരുക്കണമെന്ന്. വചനം ദൈവം തന്നെയാണ്, പക്ഷെ ദൈവം തന്നെയാകുന്ന വചനത്തെ സമ്പത്ത് ഞെരുക്കിയിട്ട് അതിന് ഫലം പുറപ്പെടുവിക്കാൻ പറ്റുന്നില്ല. കണ്ടോ, അതിന് ഫലം പുറപ്പെടുവിക്കാൻ പറ്റുന്നില്ല. ഇത് സത്യമാണോ അല്ലയോ? വചനം ധാരാളം കേൾക്കുന്നുണ്ടെങ്കിലും ഈ സമ്പത്തിനെ നമ്മൾ വചനത്തെക്കാൾ കൂടുതൽ സ്നേഹിക്കുകയാണെങ്കിൽ ആ വചനത്തെ അത് ഞെരുക്കുന്നു. ഓക്കെ, നമ്മൾ മുന്നോട്ട് പോവുകയാണ്. മനുഷ്യൻ തിരിച്ചു തരും, ദൈവം തിരിച്ചു തരികയില്ല എന്ന് കരുതി ഒഴിഞ്ഞു മാറരുത്. എന്തെന്നാൽ ദൈവത്തിന്റെ കൽപ്പന അനുസരിച്ച് ചെയ്യുന്നതൊന്നും വിഫലമാകുന്നില്ല. കടം കൊടുക്കാനാണ്, അന്യായ പലിശയ്ക്ക് കടം കൊടുക്കാനല്ല ക്രിസ്തു കൽപ്പിക്കുന്നത്. അന്യായ പലിശ, ബ്ലേഡ്. ക്രിസ്തുവിന്റെ കാലത്തും ബ്ലേഡ് കമ്പനി ഉണ്ട്. കാരണം അന്യായ പലിശയുടെ വ്യവസ്ഥയ്ക്ക് കൊടുക്കുന്നവൻ തൻ്റേത് കൊടുക്കുകയില്ല, അന്യൻ്റേത് വാങ്ങിക്കുകയാണ്. അനേകരെ ബന്ധിപ്പിക്കുന്ന ചങ്ങല അവർ നഷ്ടപ്പെടുത്തുന്നു. ദൈവത്തിന്റെ നീതി അനുസരിച്ച് കൊടുക്കുന്നില്ല, തനിക്ക് വേണ്ടി തന്നെ കൊടുക്കുന്നു. എന്നിട്ട് അവസാനം പറയുന്ന ഭയങ്കര അപകടകരമായൊരു കാര്യമാണ്, അന്യായ പലിശയ്ക്ക് വാങ്ങുന്ന പണം കുളവി കൊത്തുന്നത് പോലെയാണ്. ഇവിടെ പറയുന്ന വാക്ക് കുളവി, കടുന്നൽ, സം വെരി പോയ്സണസ്. കുളവിയുടെ വിഷം രഹസ്യമായി അവയവങ്ങളെ തിന്നു തീർക്കുന്നു. അതുകൊണ്ട് അന്യായ പലിശ നമ്മുടെ സമ്പത്തുകളെ മുഴുവനും കടമാക്കുന്നു. അന്യായ പലിശയ്ക്ക് പണം കടം കൊടുക്കുന്നത് ഭയങ്കര ഒരു തെറ്റാണത്. അത് വലിയ തെറ്റാണ്. അത് നമ്മളെ ഉപദ്രവിക്കും, നമ്മളെ കാർന്ന് തിന്നും. ഇതിപ്പോ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അഗസ്തീനോസ് വീണ്ടും പറയാണ്, കോമൺവെൽത്തുകളിലുള്ള സിവിൽ ജീവിതത്തിന് ഒട്ടും ചേരാത്തതാണ് ക്രിസ്തുവിന്റെ കൽപ്പന എന്ന് ചിലർ പ്രതിഷേധിക്കുന്നു. തടയാൻ കഴിയുമെങ്കിൽ ശത്രു തൻ്റെ സ്വത്ത് കൊള്ള ചെയ്യുന്നത് ആര് സഹിക്കും?
റോമൻ പ്രോവിൻസ് കൊള്ള ചെയ്തവരെ യുദ്ധത്തിന്റെ അവകാശമനുസരിച്ച് സഹിച്ച നഷ്ടത്തിന് പരിഹാരം ചെയ്യാൻ സാധിക്കുമോ? എന്നാൽ ക്ഷമയുടെ ഈ കൽപ്പനകൾ ഹൃദയ സന്നദ്ധത കൊണ്ട് പാലിക്കണം. അതാണ് തിന്മയ്ക്ക് തിന്മ ചെയ്യാതിരിക്കുന്ന കാരുണ്യം മനസ്സുകൊണ്ട് എപ്പോഴും നിറവേറ്റണം. തുടർന്ന് എന്നാലും സാഹസത്തെ കൈകാര്യം ചെയ്യുന്നതിൽ കരുണാപൂർണമായ മൂർച്ച മിക്കപ്പോഴും ഉപയോഗിക്കണം. ഭൗമിക കോമൺവെൽത്ത് ക്രൈസ്തവ കൽപ്പനകളെ സൂക്ഷിച്ചാൽ, ഭൗമിക കോമൺവെൽത്ത് യുദ്ധം പോലും പരസ്നേഹ പ്രവൃത്തികൾ കൂടാതെ നടത്തുകയില്ല. ദൈവികതയുടെയും നീതിയുടെയും നഷ്ടപ്പെട്ട സമാധാനപൂർണമായ സമന്വയം സ്ഥാപിക്കാൻ വേണ്ടി തന്നെ. എന്തെന്നാൽ പാപം ചെയ്യാനുള്ള ലൈസൻസ് ഇല്ലാതാക്കുന്ന വിജയമാണ് പാപികളെ സംബന്ധിച്ചിടത്തോളം ശിക്ഷ കിട്ടുമെന്ന ഭയമില്ലായ്മയാണ് ഏറ്റവും വലിയ ദൗർഭാഗ്യം. ആന്തരിക ശത്രുവിനെ പോലെ ദുഷ്ടമനസ്സ് ശക്തമാക്കപ്പെടുന്നു. അതായത് ഈ കാരുണ്യത്തെക്കുറിച്ച് നമ്മൾ കൂടുതലായി പറയുമ്പോഴും ഒരു കാര്യം മനസ്സിലാക്കണം, പാപം ചെയ്യാനുള്ള ലൈസൻസ് എന്ന് വിചാരിക്കരുത്. കാരുണ്യം അതാണ് ഇവിടെ പറയുന്നത്. പാപം ചെയ്യാനുള്ള ലൈസൻസ് ഇല്ലാതാക്കുന്ന വിജയമാണ് പാപികളെ സംബന്ധിച്ചിടത്തോളം. ശിക്ഷ കിട്ടുമെന്ന ഭയമില്ലായ്മയാണ്. അപ്പോ കാരുണ്യത്തെക്കുറിച്ച് അധികം ആളുകൾ പറയാത്തതിന്റെ കാരണം എന്താ? ഇത് കാരുണ്യത്തെക്കുറിച്ച് അധികം പറഞ്ഞാൽ ആളുകൾക്ക് ശിക്ഷ കിട്ടില്ല എന്നുള്ള, അല്ലെങ്കിൽ ശിക്ഷ കിട്ടുമെന്ന ഭയമില്ലായ്മ, ആ ശിക്ഷയെക്കുറിച്ചുള്ള ഭയമില്ലായ്മ ഉണ്ടായാൽ അത് അവരെ കൂടുതൽ പാപത്തിന് കാരണമാക്കാൻ സാധ്യതയുണ്ട് എന്നതാണ്. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് കർത്താവിന്റെ കൃപയാണ് എല്ലാം. ആ കർത്താവിന്റെ കൃപ നമ്മളെ നയിക്കും. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ഇവിടെ നിർത്തുന്നു.